ബഹിഷ്കരിക്കാൻ ഒരുങ്ങി നാട്ടുകാർ. വാഗ്ദാനങ്ങൾ പാലിക്കാത്ത രാഷ്ട്രീയക്കാരെ നിരക്കി നിർത്താൻ പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിലെ കല്ലാമം അരുവിക്കുഴി നിവാസികളാണ് നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. കള്ളിക്കാട് അരുവിക്കുഴിയിൽ നിന്നും കല്ലാമം പ്രദേശത്തേക്ക് പോകുന്ന റോഡ് നേരെയാക്കാത്തതാണ് ജനങ്ങളുടെ ഈ പ്രതിഷേധത്തിന് കാരണം. 7 വർഷമായി റോഡിന്റെ അവസ്ഥ ഇതേ നിലയിൽ തുടരുകയാണ്. 7 വർഷത്തിനു മുമ്പ് റോഡ് ടാർ ചെയ്തെങ്കിലും 1 വർഷത്തിനുള്ളിൽ അത് പൂർണ്ണമായും പൊട്ടിപ്പൊളിഞ്ഞു. പിന്നീട് ജനങ്ങളെ പറ്റിക്കാൻ റോഡിലെ കുഴികൾ താൽക്കാലികമായി അടച്ചെങ്കിലും മഴ പെയ്തതോടെ കുഴികൾ വീണ്ടും എത്തി. 30 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച റോഡാണിത്. റോഡ് ഗതാഗത യോഗ്യമല്ലാതായിട്ടും അധികാരികൾ ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. നിരവധി സ്കൂൾ ബസ്സുകൾ സഞ്ചരിക്കുന്ന റോഡാണിത്. റോഡിന്റെ ദുരിതാവസ്ഥ കാരണം ആശുപത്രിയിൽ പോകാൻ ഒരു വാഹനം വിളിച്ചാൽ പോലും ആരും വരാറില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഭയങ്കരമായ ഒരു അപകടം നിറഞ്ഞൊരു മേഖലയായിട്ട് വരികയാണ്. പലരും ഇവിടെ വന്ന് വീഴുന്ന് 35-40 തയ്യൽ വരെ ഉണ്ടായിരുന്നു ഓരോരുത്തർക്ക്. ഈ എപ്പോഴും വികസനം ഉണ്ടാക്കാന്ന് പറയണല്ലാതെ ഇന്ന് വരെ ഇതിനൊരു മോചനം ഉണ്ടായിട്ടില്ല. ഇഷ്ടംപോലെ വാഹനങ്ങൾ പോകുന്നുണ്ട്. ഭാര്യയും ഭർത്താവുമായിട്ട് കൊച്ചുങ്ങളുമായിട്ട് വീഴുന്നിട്ടുണ്ട്. ഒരു പയ്യനാണെങ്കിൽ ഇവിടെ വന്ന് വീഴുന്നു, തല പൊട്ടി. ഇവിടെ എങ്ങും എടുത്തില്ല, മെഡിക്കൽ കോളേജിലാണ് കൊണ്ടുപോയത്. ഓട്ടോറിക്ഷ ഒന്നും വരാറില്ല. വിളിച്ചു കഴിഞ്ഞാൽ ഒരു രോഗിയെ കൊണ്ടുപോകാൻ പാടില്ല. ആൾക്കാർക്ക് കാൽനട പോലും നടന്നു പോകാൻ ബുദ്ധിമുട്ടാണ്. ഒരു വികസനം ഉണ്ടാവാത്ത ഒരു റോഡാണിത്. ഏതെല്ലാം കാട്ടു റൂട്ടുകൾ പയ്യാലും എല്ലായിടവും ടാറിട്ട് നല്ല നിലയിലായിരിക്കണം. പക്ഷെ നമ്മൾക്ക് എന്താണ് ഇവിടങ്ങളിൽ ഒറ്റ എണ്ണം ഒരു ഓട്ടിന് പോകില്ലെന്ന് പറഞ്ഞാൽ കല്ലാമം തൊട്ട് അരുവിക്കുഴ പറഞ്ഞിരിക്കുന്നത്. 4 പള്ളികളും ഒരു അംഗൻവാടിയും ഈ റോഡിന് സമീപത്തായിട്ടുണ്ട്. മറ്റെല്ലാ വാർഡുകളിലും റോഡുകൾ നവീകരിക്കുമ്പോഴും ഈ റോഡിന് മാത്രം ഒരു നവീകരണവുമില്ല. നിരവധി അപകടങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അധികാരികളോട് പലതവണ പറഞ്ഞു മടുത്തിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഇത്തവണ വോട്ട് ബഹിഷ്കരണമെന്ന കടുത്ത നടപടിയിലേക്ക് നാട്ടുകാർ നീങ്ങുന്നത്. 2 വാർഡുകൾ ഭരിക്കുന്നത് 2 പാർട്ടികളാണ്. പട്ടകുളം വാർഡ് LDF-ഉം കല്ലാമം വാർഡ് UDF-ഉമാണ് ഭരിക്കുന്നത്. അതിർത്തി തർക്കവും അധികാര തർക്കവുമാണ് റോഡിന്റെ ദുരവസ്ഥയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. 7 വർഷമായി ഈ റോഡിന്റെ ഈ ഒരു ശോധനീയാവസ്ഥ ഇങ്ങനെ കിടന്നിട്ട് ഞങ്ങൾക്ക് വരാൻ ഈ ഒരു റോഡേ ഉള്ളൂ, വേറെ വഴിയില്ല വരാൻ. ഈ റോഡിന്റെ അവസ്ഥ ഇതാണ്. ഇവിടെ മെമ്പർമാരാരും ഒരു സഹകരണം ഇല്ലാത്ത രീതിയിലാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾക്കാണെങ്കിൽ വണ്ടി ഓടുന്ന പൈസ കിട്ടുന്നത് എടുത്ത് പണിയാനേ സമയമുള്ളൂ, അല്ലാതെ വേറൊന്നും ഒരു നിവൃത്തിയില്ല. എങ്ങനെയെങ്കിലും ഈ റോഡിനെ ഒരു നല്ല രീതിയിൽ ചെയ്യുന്നത് നല്ല രീതിയിലൊന്ന് ചെയ്യണം എന്നുള്ള ഇത് മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അതിപ്പം ആരെങ്കിലും മുന്നോട്ട് വന്നത് ഇപ്പം ഈ 5 വർഷകാലമായിട്ട് ഒരു MP ഇരുന്നിട്ട് അവരവർ ഫണ്ട് ഉപയോഗിച്ചോ ഒന്നും ചെയ്യാൻ ഇതുമായിട്ട് കഴിഞ്ഞിട്ടില്ല. അടുത്ത പുതിയൊരു നാളെ ഞങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങൾ ഇവിടെ ആരും വോട്ടിടാൻ പോകുന്നില്ല. ഈ ഒരു ഇത് വെച്ച് ഞങ്ങൾ ആരും വോട്ടിടാൻ പോകുന്നില്ല. അങ്ങനെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. റോഡിന്റെ ശോധനീയാവസ്ഥ കേന്ദ്രീകരിച്ചാണ് ഇപ്പം നാട്ടുകാരെല്ലാം കൂടി ചേർന്നാണ് ഇപ്പോൾ ഫ്ലെക്സ് വെച്ചിട്ടുള്ളത്. എന്നാൽ ഞങ്ങൾ ഇലക്ഷന് ഞങ്ങളിപ്പം ഇതുവരെ ആയിട്ട് യാതൊരു പാർട്ടിയിലെ ആൾക്കാരും ഞങ്ങൾക്ക് വോട്ട് തരണമെന്ന് ഇവിടെ പറയാനായിട്ട് ഈ ഏരിയയിൽ വന്നിട്ടില്ല. അത് വരാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടാണ് വരാത്തത്. ഈ ഒരു അവസ്ഥ കൊണ്ടാണ്. അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും ഇതുവഴിയാണ് മൗന ജാഥ പോകുന്നത്. ഇന്ന് ഇതുവഴി വന്നിട്ടുണ്ടെന്ന് കേട്ടാൽ വന്നിട്ടില്ല. നമ്മൾ കള്ളിക്കാട് സ്റ്റാൻഡിലാണ് വണ്ടി ഓടുന്നത്. പക്ഷേ അവിടെ നിന്ന് ആര് വണ്ടി ഓട്ടം വിളിച്ചാലും വരാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇവിടെ കഴിവുകെട്ട 2 പഞ്ചായത്ത് മെമ്പർമാരാണ് ഉള്ളത്. ഇങ്ങനെയുള്ള കഴിവുകെട്ട പഞ്ചായത്ത് മെമ്പർമാരും മത്സരിക്കാതിരിക്കാനാണ് നല്ലത്. മത്സരിച്ചാലും ജനങ്ങൾ തോപ്പിക്കണം. ഇനി മത്സരിച്ചാലും പിന്നെ ജനങ്ങൾ ഒരു ആശുപത്രി കേസ് വന്നാൽ പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഞങ്ങൾ തന്നെ ഇപ്പോൾ നമുക്ക് പോയാൽ പറ്റുള്ളൂ. എൻ്റെ വീട് ഇവിടെയാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ ഈ റോഡിൽ വരെയില്ലായിരുന്നു. ഇത് അധികാരത്തിൽ എത്തുന്ന വരെ എല്ലാവരും ഇത് ഷെയർ ചെയ്യണം ഈ വീഡിയോ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സഞ്ചരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് ഈ 2 കഴിവുകെട്ട പഞ്ചായത്ത് മെമ്പർമാരും രാജിവെച്ച് പുറത്തു പോകണം. ജനങ്ങളെ ആട്ടിപ്പായിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. റോഡിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഒരു 7 വർഷത്തോളമായി ഈ റോഡ് ഗതികേടായിട്ട് നമ്മൾ 2 വീലറിൽ പോകാനോ 4 വീലറിലോ ഫാമിലി ആയിട്ടോ പോകാൻ കഴിയുന്നില്ല. ഒരു 500-ൽ കൂടുതൽ കുടുംബം താമസിക്കുന്ന ഏരിയയാണിത്. ഒരു 1.5 കിലോമീറ്ററിനകത്തുള്ള സ്ഥലമേ ഇതുള്ളൂ ടാറിങ്. പക്ഷേ 2 സൈഡ് 2 മെമ്പർമാരാണ്, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും. 2 പേരും ഇതിൽ താല്പര്യം കാണിക്കുന്നില്ല. നാട്ടുകാരുടെ പരാതികൾ എല്ലാ ആൾക്കാരും പരാതി പറയുന്നുണ്ട്. മെമ്പർമാർ ഇതിൽ തിരിഞ്ഞേ നോക്കുന്നില്ല. ഈ റോഡിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ വളരെ മോശകരമായ അവസ്ഥയാണ്. എന്തായാലും നമ്മളതുകൊണ്ട് നാളത്തെ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനാണ് ഇവിടെയുള്ള നാട്ടുകാർ കംപ്ലീറ്റ് ആയിട്ട് തീരുമാനിച്ചിരിക്കുന്നത്.
മരങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും മുറിക്കുന്നതിനും അഭിലാഷ് വുഡ് കട്ടിംഗ്. വീടിന് മുകളിലേക്കോ ഇലക്ട്രിക് ലൈനിന് മുകളിലേക്കോ അപകടകരമായി നിൽക്കുന്ന ഏത് മരമായാലും കൃത്യതയോടെ ഉത്തരവാദിത്തത്തോടെ ഞങ്ങൾ അത് മുറിച്ചു മാറ്റി തരുന്നു. കൂടാതെ വുഡ് കട്ടിംഗ്, ഗ്രാസ് കട്ടിംഗ്, പ്ലോട്ട് ക്ലീനിംഗ് എന്നിവ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തു കൊടുക്കുന്നു. അഭിലാഷ് വുഡ് കട്ടിംഗ്, തിരുവനന്തപുരം. ഫോൺ നമ്പർ 9544664515, 9567102556. തിരുവനന്തപുരം ജില്ലയിലും മറ്റു ജില്ലകളിലും ഞങ്ങളുടെ സേവനം ലഭ്യമാണ്.